ഹലോ. അപ്പം നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്നല്ലേ? അപ്പോൾ മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, നമ്മൾ കൊട്ടിയൂരേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ എല്ലാവരും കൂടിയിട്ട് ബസ്സെല്ലാം ഏർപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ കൊട്ടിയൂരെ പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഞാനും അമ്മയും ബോറടിച്ചുകൊണ്ട് കുറച്ച് കോപ്പറെല്ലാം കാണിക്കുന്നതാണ്. അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട, എന്നെ കണ്ട് കോപ്പി അടിച്ചിട്ടാണ് അമ്മ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ വീഡിയോ അത് ഇതെല്ലാം എടുത്ത് പോകുന്നതാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം കുറേ കൊല്ലമായി ഞാൻ പോയിട്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുമ്പോൾ പോയത് അവസാനമായിട്ട്. അപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ച് എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇത് അടുത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. വയനാട് അങ്ങോട്ട് എത്തിയ ഫീൽ ചെയ്യുന്നു ഈ വഴിയെല്ലാം കണ്ടിട്ട്. അപ്പം ഇങ്ങനെ സ്നാപ്പിൽ കുറേ ഫിൽറ്റർ ഉണ്ടായാലും അതെല്ലാം ഇട്ട് കളിക്കുന്നതാണ് ഞാനും അമ്മയും എല്ലാം. നമുക്കും വേറെ പണിയൊന്നുമില്ല, കാരണം നമുക്ക് കണ്ട് പരിചയമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ, അങ്ങനെ വർത്താനം പറഞ്ഞുള്ള ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി ചായ കുടിച്ച് അങ്ങനെ നമ്മൾ കൊട്ടിയൂരെത്തി. എന്നിട്ട് നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് ബസ് ഇറങ്ങിയ പാടെ നല്ല മഴയാണ്. എന്നാന്നറിയില്ല, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു. ഇറങ്ങിയാലും അടിപൊളി മഴയാണ്. ആ മഴയത്താണെങ്കിൽ ഒരു കുടയേ എടുത്തിട്ടുള്ളൂ. അമ്മ എന്നോട് അന്നേരം പറഞ്ഞാൽ 2 കുട എടുക്കാം. കളിച്ചിട്ട് അങ്ങനെ നമ്മൾ കവാടത്തിൻ്റെ ഉള്ളിൽ കയറിയതാ നമ്മളെ കൊട്ടിയൂരേക്ക് എത്താൻ പോകുന്നു. നമ്മളിങ്ങനെ മഴയത്ത് നടക്കുവാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഇതാണ്. കാരണം വെച്ചാൽ കന്നഡക്കാരൊന്നും എത്തിയിട്ടില്ല. ഇത് പോയിട്ട് കുറച്ച് ദിവസമായി. 31-നാണ് നമ്മൾ പോയത്. അങ്ങനെ ഇങ്ങനെ നടന്ന് കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ നടക്കാണ്. അപ്പോൾ തലയിൽ ഇതിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, മഴ പെയ്തുകൊണ്ട് കുടയില്ലാത്തതുകൊണ്ടാണ് തലയിൽ ഇതെല്ലാം ഇട്ട് നടക്കുന്നത്. അങ്ങനെ നമ്മളെത്തുമ്പോൾ ഇത്ര ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. നല്ല സുഖമായിട്ട് തൊഴുത് ഇറങ്ങി ദൈവത്തിനോട് നല്ലോണം പ്രാർത്ഥിച്ച് അവിടെ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് തൊഴുത് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇതെല്ലാം. അങ്ങനെ ഇതാ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചെങ്കിലും ആൾക്കാർ വന്നത്. പക്ഷെ എന്നാലും ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. വേഗം എന്തോ ഭാഗ്യത്തിന് വേഗം എത്തിയിട്ട് വേഗം തൊഴുത് അങ്ങനെ വീഡിയോയിലെല്ലാം കണ്ട് ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ കല്ല് വരച്ചിട്ട് എന്നാൽ കിട്ടുക എന്നുള്ള ഇതിലാണ്. അങ്ങനെ എൻ്റെ വിചാരം നല്ലോണം വരക്കണം എന്നാണ്. അപ്പോൾ ഞാൻ നല്ലോണം അങ്ങോട്ട് വരച്ച്. അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എനിക്ക് ചന്ദനത്തിൻ്റെ കളർ തന്നെയാണ് കിട്ടിയത്. ഞാനതെടുത്ത് വെച്ച് മണപ്പിച്ച് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്, കാരണം ചന്ദനത്തിൻ്റെ മണം തന്നെയാണ്. ഒരു ക്യൂരിയോസിറ്റിക്ക് എന്താ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അതെല്ലാം ചെയ്ത് പിന്നെ ഞാൻ വരച്ച് കളിക്കുന്നതാണ്. അപ്പം അമ്മ വ്ളോഗ് എടുക്കാനെല്ലാം തുടങ്ങി. ഇതിനെല്ലാം എതിരേനും എന്നാമോ അങ്ങനെ കുട്ടി വ്ളോഗെല്ലാം എടുക്കുകയാണ്. ഇതാണ് അപ്പോൾ അന്നേരം ഉണ്ടായ തിരക്ക്. ആരുമില്ല. അങ്ങനെ നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങി ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് വഴിയോര കടകളെല്ലാം. അങ്ങനെ നമ്മൾ ഇക്കരെ കൊട്ടിയൂരിൽ വന്നതാ. ആരുമില്ല, കാണുന്ന ആൾക്കാർ മാത്രം കഴിഞ്ഞു. നമ്മളെന്തിനാ പോകുന്നിപ്പോൾ പറ. നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നു. വേറെ പണിയൊന്നുമില്ല, വെറുതെ നടക്കാം. ഒരു ചെറിയ ഷോപ്പിങ്ങിന്. അപ്പം ഞാൻ അങ്ങനെ കൊണ്ട് പറയിപ്പിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ കൊട്ടിയൂർ എത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളതാണ് ഓടപ്പൂവ്. അത് വാങ്ങാണ്ട് നമ്മൾ തിരിച്ച് വരില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറി പിന്നെ തുടങ്ങി ഡാൻസും പാട്ടും എല്ലാം. ഞാൻ പിന്നെ എണീച്ച് തുള്ളാനൊന്നും നിന്നിട്ടില്ല, എനിക്ക് തലവേദനയായി. മഴ നല്ലോണം കൊണ്ടൊരു തലവേദന വന്ന് ആടെ ഇറങ്ങി. ഞാൻ സൈഡായതുകൊണ്ട് എൻ്റെ അമ്മേനെ ഞാനങ്ങ് ഇറക്കി. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്, അമ്മേനെ ഇങ്ങനെയെല്ലാം ഹാപ്പി ആയിട്ട് കാണുമ്പോൾ. അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് ജാടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷേ അതൊന്നും ആരും കാണിച്ചിട്ടില്ല, എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഇതിൻ്റെ ഷോർട്സ് എല്ലാം എന്താ ചെറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആദ്യമായിട്ടായതുകൊണ്ട് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പം പിന്നെ അങ്ങനെ അങ്ങ് എടുത്ത്. പിന്നെ കുറേ ആൾക്കാരെ മുന്നിൽ നിന്ന് എടുക്കാനുള്ളൊരു മടി, അത് പോകെ പോകെ ശരിയാവുമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പിന്നെ കാണാം. ഓക്കെ, ബൈ.